ദാനിയേൽ പ്രവാചകൻ 12-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. ജ്ഞാനികൾ ആകാശവിതാനത്തിൽ പ്രഭ പോലെ വിളങ്ങും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കും. ദാനിയേൽ പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കണമെങ്കിൽ, പ്രഭ പോലെ വിളങ്ങി നിൽക്കണമെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ആ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ വചനത്തെ കേൾക്കുവാൻ നമ്മുടെ ചെവികളെ തുറന്നു വെച്ചുകൊണ്ട് മനസ്സിനെ ഒരുക്കിക്കൊണ്ട് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതിച്ചല്ല. നമ്മളിന്ന് കഴിഞ്ഞ ആഴ്ച എടുത്ത വചനം ഓർമ്മയുണ്ടോ? ഇല്ല. നല്ല ഉത്തരം, നല്ല കാര്യം. ഒന്ന് ഓർമ്മപ്പെടുത്തുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് നല്ല ഇടയനെ കുറിച്ച് അല്ലേ? ഇടയന്റെ കടമകളെ കുറിച്ച്, ഇടയനെ സേവിക്കുന്ന ആടുകൾ എങ്ങനെയാണ് ആ ഇടയനെ കൂടെ നടക്കേണ്ടത്, അങ്ങനെ അവസാനം ആ ഇടയന്റെ മടിത്തട്ടിൽ നമ്മൾ എങ്ങനെയാണ് അഭയം കണ്ടെത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചത്. അതിന്റെ തുടർച്ച എന്നവണ്ണം നമ്മൾ ഇന്നെടുക്കുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വചനമാണ്. ജ്ഞാനികൾ ആകാശവിതാനത്തിൽ പ്രഭ പോലെ വിളങ്ങും, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കും. ആകാശവിതാനത്തിൽ ഈ ദാനിയേൽ പ്രവാചകൻ പറയുന്നത് പോലെ പ്രഭ പോലെ വിളങ്ങണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നക്ഷത്രങ്ങളെപ്പോലെ ജ്വലിച്ചു നിൽക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ ആഗ്രഹങ്ങളെ എങ്ങനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും? ആഗ്രഹങ്ങൾ ഉണ്ടായാൽ മാത്രം പോരല്ലോ, അതെങ്ങനെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും? അതാണല്ലോ നമ്മുടെ കഴിവെന്ന് പറയുന്നത്. അതാണല്ലോ വചനത്തിന്റെ ശക്തി. ഈ വഴികളിലൂടെ സഞ്ചരിച്ചാൽ നമുക്കിങ്ങനെ ആകാശവിതാനത്തിൽ ഉയർന്നു നിൽക്കുവാൻ പറ്റും. പ്രഭ പോലെ ആയിത്തീരും, നക്ഷത്രങ്ങളെ പോലെ ജ്വലിച്ചു നിൽക്കുവാൻ പറ്റും. യാതൊരു തർക്കവുമില്ല. ആകാശവിതാനം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, മേലുള്ള ആകാശമല്ലത്. മേലുള്ള ആകാശത്തെ കുറിച്ചല്ല പറയുന്നത്. സ്വർഗരാജ്യത്തിൽ ദൈവത്തിന്റെ മുൻപിൽ നമുക്കെങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു താരമായി മാറുവാൻ സാധിക്കും? ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെ മാറുവാൻ സാധിക്കും? പ്രവാചകൻ പറയുന്നത്, ജ്ഞാനികൾ ആകാശവിധാനത്തിൽ ഉയർന്നു നിൽക്കും. ആരാ ജ്ഞാനികൾ? ദൈവത്തെ അറിയുന്നവരും ദൈവത്തെ അന്വേഷിക്കുന്നവരെയും കുറിച്ചാണ് പറയുന്നത്. ആര്? ജ്ഞാനികൾ. ദൈവത്തെ അറിയുക. നമുക്കറിയാം, ഈശോ ജനിച്ചപ്പോൾ ആകാശത്തിലൊരു നക്ഷത്രം കണ്ടു. അതിനെ പിന്തുടർന്നത് ആരാണ്? ജ്ഞാനികൾ. അവർ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞു. അറിയുക മാത്രമല്ല, അറിഞ്ഞ ദൈവത്തിന്റെ പിന്നാലെ പോയി ആ ദൈവത്തെ കാണുവാൻ അവർ ആഗ്രഹിച്ചു. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടും അവർ പിന്തിരിഞ്ഞോടിയില്ല. കാരണം അവർക്കറിയാം, ഇത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. ഇതിനെ അന്വേഷിച്ച് ചെന്നാൽ ആ ദൈവിക സന്നിധിയിൽ എത്തിച്ചേരാൻ പറ്റും. അവരജ്ഞാനികൾ. അപ്പൊ ജ്ഞാനികൾ ആകാശവിതാനത്തിൽ നക്ഷത്രങ്ങളെ പോലെ നിലകൊള്ളും. ആരജ്ഞാനികൾ? ദൈവനീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാണ് ജ്ഞാനികൾ. ദൈവനീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാണ് ജ്ഞാനികൾ. എന്താണ് ദൈവത്തിന്റെ നീതി? ചോദ്യം ഒന്നാവും. എന്താണ് ദൈവത്തിന്റെ നീതി? ദൈവത്തിന്റെ നീതി ഒന്ന്, ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്.
ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അവനത് നിറവേറ്റും. ദൈവം കാര്യങ്ങളിൽ വിശ്വസ്തനാണ്. അതുപോലെ തന്നെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അവൻ. അവന്റെ നീതി ഇതാണ്, സത്യത്തിലേക്ക് മറ്റുള്ളവരെ അവൻ നയിക്കും. സത്യത്തിലേക്ക് ഈശോ നമ്മളെ നയിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിജ്ഞാനത്തോടുകൂടെ ഈ ദൈവത്തിന്റെ പിറകെ നടന്നാൽ മതി. അപ്പൊ നമ്മൾ ആദ്യമേ ദൈവനീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാകുക. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ തിരുവചനം നെഹമ്യായുടെ ഏറ്റവും മനോഹരമായ ഒരു അധ്യായമാണ്. അത് പറയുന്നത് ഒരു പുനർവ്യാഖ്യാനത്തെ കുറിച്ചാണ്. അത് വീണ്ടും നമ്മൾ ചെയ്യണം. അതായത് അതിന്റെ പശ്ചാത്തലം ഇതാണ്. ഇസ്രായേൽ ജനത ബാബിലോണിന്റെ അടിമത്തത്തിലാണ്. ബാബിലോൺ അടിമത്തത്തിൽ ഇസ്രായേൽ ജനത മോചിതരായി. അതിനുശേഷം ഹനാനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്ന് ഈ നെഹമ്യാ പ്രവാചകനോട് ഇസ്രായേൽ ജനത അനുഭവിച്ച യാതനകളെ കുറിച്ച് പറയുന്നതാണ്. അത് അച്ഛൻ വായിക്കാം, അപ്പൊ അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. പറയുന്നതിനേക്കാളും നന്നായിട്ട് പറയാണ്. എൻ്റെ സഹോദരൻ ഒരുവനായ ഹനാനി ഏതാനും ആളുകളോട് കൂടെ യൂദയായിൽ നിന്ന് വന്ന് പ്രവാസത്തെ അതിജീവിച്ച യഹൂദരെയും ജെറൂസലേമിൽ കുറിച്ച് അവരോട് പറഞ്ഞു. അവരുടെ ജീവിതത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നെഹമ്യായോട് ഹനാനി പറയുക. അപ്പോൾ നെഹമ്യ എന്താ ചെയ്തത്? അവൻ പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലും ആണ്. ജെറൂസലേമിലെ മതിലുകൾ തകർത്തു, കവാടങ്ങൾ അഗ്നിക്കിരയായി, അതെല്ലാം അതുപടി കിടക്കുന്നു. പറയുകയാണ്, യഹൂദ ജനത ഈ ബാബിലോണിയൻ അടിമത്തത്തിൽ നിന്ന് മോചിതരായിട്ട് അവൻ പറയുകയാണ് നെഹമ്യയോട്, പ്രവാസത്തെ അതിജീവിച്ച് കിടക്കുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. കാരണം കഷ്ടകാലം കൊണ്ട് അവർക്കൊന്നുമില്ല മുൻപോട്ട് പോകാൻ. അപമാനമാണ്. കാരണം മറ്റുള്ള ജനതകളുടെ മുൻപിൽ ഇത്രയും നാൾ വിജയിച്ചിരുന്ന ഒരു ജനത, ദൈവം തങ്ങളുടെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ച ജനത, ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തുവെന്ന് വിശ്വസിച്ച ജനത, ഈ ബാബിലോൺ അടിമത്തത്തിന് ശേഷം കഷ്ടതയിലും മറ്റുള്ള ദേശക്കാരുടെ എല്ലാവരുടെ മുൻപിൽ അപമാനത്തിന് വിധേയരാണ്. അതുകൊണ്ട് പറയുകയാണ്, ജെറൂസലേമിന്റെ മതിലുകൾ തകർത്തു കളഞ്ഞു. അവരുടെ സംരക്ഷണത്തിന്റെ ഭിത്തിയായിരുന്നു, അവരുടെ നഗരത്തിന്റെ ഭിത്തിയായിരുന്നു ഈ ജെറൂസലേം. അത് മുഴുവൻ അവർ തച്ചുടച്ച് കളഞ്ഞു. രക്ഷപ്പെടുവാനുള്ള കവാടങ്ങളെ അഗ്നിക്കരയാക്കി. അവിടെ ഒന്നുമില്ല. അതെല്ലാം സൂചിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നെഹമ്യ എന്ത് ചെയ്തു? ഇത് കേട്ട് ഞാൻ നിലത്തു വീണ് കരഞ്ഞു. ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. നെഹമ്യ ചെയ്തത് എന്താണ്? നിലത്തേക്ക് അങ്ങോട്ട് വീണു. ഇതാണ് ഒരു പുനർക്രമീകരണം എന്ന് പറയുന്നത്. കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയ ജനത, ദൈവം യുദ്ധം ചെയ്ത് അവരെ സംരക്ഷിച്ച ജനത, ഇന്ന് ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകളില്ല. അവരെ രക്ഷിക്കുവാൻ അവരുടെ കൂടെ ദൈവമില്ല. അവർ കഷ്ടതയിലാണ്, അപമാനത്തിലാണ്. ഇത് കേട്ട നെഹമ്യ ദൈവത്തിന്റെ സന്നിധിയിൽ കുനിഞ്ഞു കിടന്ന് പ്രാർത്ഥിക്കുക. എന്താണ് നെഹമ്യ കരഞ്ഞു പ്രാർത്ഥിച്ചത്? ദിവസങ്ങളോളം ഉപവസിക്കുകയും വിലപിക്കുകയും ചെയ്തിട്ട് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ പ്രാർത്ഥിച്ചു. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമായ കർത്താവേ, തന്നെ സ്നേഹിക്കുകയും തന്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവരോട് ഉടമ്പടി പാലിക്കുകയും കാരുണ്യം കാട്ടുകയും ചെയ്യുന്ന ഉന്നതനും ഭീതിദായകനുമായ ദൈവമേ, അവിടുത്തെ ദാസനായ ഇസ്രായേലിന് വേണ്ടി ഞാൻ ഈ ദാസൻ രാവും പകലും അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. ഇത്ര കഷ്ടമാണല്ലേ? ഒരു രാജ്യത്തിന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് നെഹമ്യ ദൈവത്തോട് പ്രാർത്ഥിക്കുക. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും, മോശയുടെ പ്രമാണങ്ങളെ ഞങ്ങൾ തച്ചു കളഞ്ഞു, അനുസരിച്ചില്ല. ഞങ്ങളുടെ പൂർവികര് പാപം ചെയ്തു,
ഞങ്ങളുടെ പൂർവികന്മാരുടെ പാപം അങ്ങനെ കിടക്കുന്നു, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങളിങ്ങനെ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നോടിപ്പോയി. കർത്താവേ, അവസാനത്തെ വചനം പറയും, നീ ഞങ്ങളോട് കാരുണ്യം കാണിക്കണം, നീ ഞങ്ങളോട് കാരുണ്യം കാണിക്കണം. നെഹമ്യ കരഞ്ഞ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഞങ്ങൾ പണ്ടെങ്ങനാ നിന്നിരുന്നത്? ഇസ്രായേൽ ജനത ലോകത്തിന്റെ മുമ്പിൽ പ്രഭ പോലെ, നക്ഷത്രം പോലെ വിളങ്ങി നിന്നൊരു ജനതയാണ്. എല്ലാ ജനതകളും ഇവരെ കണ്ട് പേടിച്ചവരാണ്, ഇവരെ ഭയപ്പെട്ടവരാണ്. ഇന്നവരുടെ ദയനീയ അവസ്ഥ കണ്ടിട്ട് മറ്റുള്ളവരെ അവർ അപമാനിക്കുന്നു, കളിയാക്കുന്നു. നെഹമ്യ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ, ഇതിന്റെ എല്ലാത്തിന്റെയും കാരണം ഞങ്ങൾ പാപം ചെയ്തു പോയി. ഇതാ ഇന്ന് ഞങ്ങൾ നിന്റെ മുൻപിൽ താണു വീണ് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് കരുണ കാണിക്കണം, ഞങ്ങൾക്ക് നീ തന്നിരുന്ന ആ വലിയ സ്ഥാനത്തേക്ക് ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണം. സ്നേഹമുള്ളവരെ, ഇത് ഇസ്രായേൽ ജനത്തിന്റെ കഥയാണെന്നും പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താനാവില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോരോ അവസ്ഥകളെ കുറിച്ച് പറയുകയാണ്. ദൈവത്തിന്റെ നീതിയിൽ നമ്മൾ അകന്നു പോകുമ്പോൾ, അവരുടെ വിശ്വസ്തത കാണാതിരിക്കുമ്പോൾ, നമ്മളും ഇങ്ങനെ പ്രകാശം നഷ്ടപ്പെട്ട നക്ഷത്രങ്ങളെ പോലെ ആയിത്തീരുക, കരിക്കട്ട പോലെ ഒന്നിനും ഇല്ലാത്ത വ്യക്തികളായിട്ട് തീരുകയാണ്. നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം, എത്രമാത്രം ദൈവിക കൃപ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ട് അതൊന്നും ആലോചിക്കാതെ ചിന്തിക്കാതെ നമ്മുടെ ജീവിതം നമ്മൾ എത്രമാത്രം ദൈവ സന്നിധിയിൽ നകന്നു കളഞ്ഞു. ഓരോ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് അവർ പറയുമ്പോൾ അവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ജീവിതം നശിപ്പിച്ചത് ഞങ്ങൾ തന്നെയാണ്, ഞങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചത്. കാരണം ഞങ്ങളുടെ ആകുലതകള്, ഞങ്ങളുടെ പ്രയാസങ്ങള്, ഞങ്ങളുടെ അഹങ്കാരങ്ങള്, അതിലേർത്ത ഞങ്ങളുടെ ആർത്തി, ഞങ്ങളെ നശിപ്പിച്ച ജീവിതങ്ങൾ ധാരാളമുണ്ട്. ഒരു പയ്യൻ വന്ന് പറഞ്ഞൊരു കഥയുണ്ട്. 28 വയസ്സാ, നല്ല വിദ്യാഭ്യാസമുണ്ട്. കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ. അവന്റെ ആ പഠനത്തിൽ നിന്നൊക്കെ മാറി വിദേശത്തേക്ക് ജോലി പോയി, അങ്ങനെ വലിയ ഒരു വിസിറ്റിംഗ് വിസയിൽ പോയി അഭയാർത്ഥി വിസയിലേക്ക് മാറ്റിത്തരാമെന്നൊക്കെ പറഞ്ഞൊക്കെയാണ് കൊണ്ടുപോയത്. വലിയ സാലറിയൊക്കെ ഓഫർ ചെയ്തു. അവിടെ ചെന്ന് 15 ദിവസത്തെ വിസിറ്റിംഗ് വിസ കഴിഞ്ഞപ്പോഴത്തേക്കിന് അഭയാർത്ഥി വിസ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് കിട്ടിയില്ല. രാജ്യം അവനെ പുറത്തേക്ക് തള്ളി. ഇവിടെ വന്ന് കടം വാങ്ങിച്ച പൈസ എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തില് 6 ലക്ഷം 7 ലക്ഷം രൂപ കടമായിട്ട് അവൻ വന്നിട്ട് പറയുക, എന്റെ ആർത്തി, എന്നെ നശിപ്പിച്ചത് എന്റെ ആർത്തി. പലരും പറഞ്ഞു, മോനെ പോകരുത്. പലരും ഉപദേശിച്ചു, അറിവുള്ളവരെല്ലാവരും പറഞ്ഞു പോകരുത്, ഇതിനകത്ത് എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ നീ ഇത്രയും നല്ലെല്ലാം ചെയ്ത് എല്ലാം പോകും. പക്ഷെ അവൻ പറഞ്ഞു, എത്ര കഷ്ടപ്പെട്ടാലും പ്രയാസപ്പെട്ടാലും ഞാൻ പോകും. ആർത്തി അവനെ ജീവിതത്തിന്റെ പടുകുഴിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക, ദൈവമേ എന്നെ ഒന്ന് ഉയർത്തണമേ. നമ്മുടെയൊക്കെ ജീവിതം ഇതുപോലൊക്കെ തന്നെയാണ്. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമുണ്ട്. നെഹമ്യ പറയുന്നത്, റീബിൽഡ്, നിങ്ങൾ വീണ്ടും നിങ്ങളെ തന്നെ കെട്ടിപ്പടുക്കണം. തകർന്നുപോയ മതിലുകളെ ഓർത്ത് നിങ്ങൾ വിലപിക്കരുത്, അഗ്നിക്കരിക്കുന്ന കവാടങ്ങളെ ഓർത്ത് നിങ്ങൾ വിലപിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങളത് കെട്ടിപ്പടുക്കുവാൻ അങ്ങേയറ്റം പരിശ്രമിക്കുക, ആഗ്രഹിക്കുക. നഷ്ടപ്പെട്ടു പോയ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നിങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ നഷ്ടപ്പെട്ടത് നമ്മൾ കരുതുന്ന നമ്മുടെ സുരക്ഷത്തിന്റെ കവാടമൊക്കെ നമുക്ക് ലഭിക്കും. കരിഞ്ഞ കട്ടിക്കരിയാക്കിയ നമ്മുടെ കവാടങ്ങളൊക്കെ നമുക്ക് പുനർക്രമീകരിക്കുവാൻ പറ്റും. അങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവേ താണു വീണ് അപേക്ഷിച്ച് ജഹമ്യ കരഞ്ഞതുപോലെ രാവും പകലും കരഞ്ഞ് ഉപവസിക്കുമെങ്കിൽ നമ്മളെ ദൈവം ഉയർത്തും. നഷ്ടപ്പെട്ടു പോയ നമ്മൾ കരുതുന്ന വലിയ പ്രഭയിലേക്ക് നമ്മളെ ഉയർത്തും. ആകാശത്തിലെ നക്ഷത്രം പോലെ നമ്മൾ വിളങ്ങും. സമൂഹത്തില്, കുടുംബത്തില്, എല്ലാവരുടെയും നമുക്കൊരു സ്ഥാനമുണ്ടാവും. അതിലേറെ ദൈവിക സന്നിധിയിൽ നമുക്ക് മഹത്വം ലഭിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാകുവാൻ, സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാകുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. അങ്ങനെ ചെയ്യുന്നവർ സ്വർഗത്തിൽ നക്ഷത്രങ്ങളെ പോലെ
പ്രകാശിക്കുമെന്ന് നെഹെമ്യ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നക്ഷത്രങ്ങളെ പോലെ പിന്നിത്തള്ളണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ദൈവനീതിക്ക് വേണ്ടി ദൈവനീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കണം എന്ന് പറഞ്ഞേ. ദൈവനീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കണം. ദൈവനീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കണം. അപ്പം ഇങ്ങനെയാണ് നെഹെമ്യ സാക്ഷ്യം വഹിച്ചതുപോലെ നമ്മളും എന്ത് ചെയ്യണം? സാക്ഷ്യം വഹിക്കണം. ഹൃദയത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് പോയോ? മനസ്സിൽ എന്തെങ്കിലും ഒന്ന് തട്ടിയോ? ദൈവനീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കണം. രണ്ടാമത്തത് അത് നമുക്ക് പറയാം, ദൈവത്തിന് വേണ്ടി ജ്വലിച്ച് നിൽക്കുക. എന്ത് ചെയ്യണം? ദൈവത്തിന് വേണ്ടി ജ്വലിച്ച് നിൽക്കുക. ദൈവത്തിന് വേണ്ടി ജ്വലിച്ച് നിൽക്കുക. അത് വാക്കുകളാണെങ്കിലും ശരി, പ്രവൃത്തികളാണെങ്കിലും ശരി. നമ്മളെല്ലാം ചെയ്യുന്നത് ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടി. ദൈവത്തിന് വേണ്ടി ജ്വലിച്ച് നിൽക്കുന്നവരാകുന്നില്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ പ്രകാശം നഷ്ടപ്പെട്ട നക്ഷത്രം പോലെയാകും. എന്താണ് ദൈവത്തിന്റെ മുമ്പിൽ ജ്വലിച്ചു നിൽക്കുവാൻ നമ്മളെ ശക്തരാക്കുന്നത്? ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രം നമ്മുടെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുന്നുവോ അത്രമാത്രം പ്രകാശമുള്ളവരായിട്ട് നമ്മൾ മാറുകയാണ്. പ്രകാശമുള്ളവരായി നമ്മൾ മാറുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. മറ്റുള്ളവർക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റുമ്പോൾ ദൈവം കൂടെ ഉണ്ടാവും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ, ദൈവത്തിന്റെ കരുണയെ, നീതിയെ, സ്നേഹത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രം പോലെയാകും. ഉദാഹരണം നമുക്കെടുക്കാം. ദാനിയേൽ പ്രവാചകൻ ഏറ്റവും സുപരിചിതനായ വ്യക്തിയാണ്. അദ്ദേഹം എങ്ങനെയാണ് ദൈവത്തിന്റെ മുമ്പിൽ ജ്വലിച്ചു നിന്നത്? ഏത് കഷ്ടപ്പാടുകളിലും പ്രയാസങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? നീ ഇസ്രായേൽ ദൈവത്തിന്റെ യഹോവയെ വിട്ടിട്ട് അന്യദേവന്മാരെ നീ ആരാധിക്കണം, അവർക്ക് വിളമ്പിയിരിക്കുന്ന ഭക്ഷണം നീ കഴിക്കണം. അങ്ങനെ യഹോവയെ, ദൈവമായ യഹോവയെ വിട്ടിട്ട് നീ ഈ അന്യദേവന്മാരെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്താൽ നിനക്ക് തരാൻ പോകുന്ന സ്ഥാനമാനങ്ങളെ കുറിച്ചൊക്കെ അവന് വിവരിച്ചു കൊടുത്തു. അവൻ പറഞ്ഞു, ഇതൊന്നും എനിക്ക് വേണ്ട. ഇസ്രായേലിന്റെ പരിശുദ്ധരായ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിന് വേണ്ടി മാത്രം ഞാൻ ഉയർന്നു നിൽക്കണം. അന്യദേശത്ത് നിന്നുകൊണ്ട്, അന്യപ്രവാചകന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് യഹോവയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ ധൈര്യം കാണിച്ച ദാനിയേലിനെ എങ്ങോട്ടായിട്ടത്? സിംഹത്തിന്റെ കുഴിയിലേക്ക് തള്ളി. അവിടെ ഇറങ്ങി വന്ന ദൈവം സിംഹത്തിന്റെ വായെല്ലാം ഒന്ന് മൂടിക്കെട്ടി. ആദ്യത്തെ സാക്ഷ്യം എല്ലാം ഒന്ന് മാറിക്കെട്ടി. അവൻ പറഞ്ഞു, നെബൂഖദ്നേസർ പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമാണ് ശക്തനായ ദൈവം എന്ന് എനിക്ക് മനസ്സിലാകുന്നു. കാരണം വിശന്നു വലന്റെ സിംഹക്കൂട്ടിലേക്ക് ഒരു മനുഷ്യരെ ഇട്ടുകൊടുത്താൽ സിംഹം അവന്റെ കാൽച്ചുട്ടിൽ വന്ന് കിടക്കുന്നത് രാജാവിന്റെ ജീവിതത്തിലെ ആദ്യത്തെ കാഴ്ച. സ്നേഹമുള്ളവരെ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട. ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവത്തിന് വേണ്ടി ജ്വലിച്ചു നിൽക്കുന്ന ദാനിയേലിനെ കണ്ടുകൊണ്ട് അനേകർ പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം. അഗ്നിയിലേക്ക് എറിഞ്ഞപ്പോഴും എന്താ ചെയ്തത്? അഗ്നി സ്പർശിച്ചോ? ഇല്ല. 3 പേരെ എറിഞ്ഞപ്പോ എത്ര പേരായിട്ടാ കണ്ടത്? 3 പേരെ അഗ്നിയിലേക്ക് ഇട്ടപ്പോ അവിടെ എത്ര പേരെ കണ്ട്? റാപ്സനച്ചൻ എല്ലാ ദിവസവും നിങ്ങളോട് പറയുന്നതാണ്. 3 പേരെ ഇട്ടപ്പോ എത്ര പേരെ കണ്ട്? 4 പേരെ കണ്ടു. ഒരാളാരായിരുന്നു? ദൈവസാന്നിധ്യം. അവൻ ചോദിച്ചു, 3 പേരല്ലേ ഇട്ടത്, ഞാൻ 4 പേരെ കാണുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഈ അഗ്നി ഇവരെ വിഴുങ്ങാത്തത്? ഇത്രമാത്രം ചൂടുള്ള ഈ ഫർണസിൽ കിടന്നിട്ട്, ഈ അഗ്നിയുടെ ചുറ്റും കിടന്നിട്ട് എന്തുകൊണ്ട് ഇവർ ദഹിച്ചു പോകുന്നില്ല?
സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഈ ഇവരൊക്കെ പറഞ്ഞുകൊടുത്ത്, ദാനിയേലൊക്കെ പറഞ്ഞുകൊടുത്ത്, ശക്തനായ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിനല്ലാതെ ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് ശക്തമായിട്ട് പറഞ്ഞുകൊടുത്തവർ ആ വിശ്വാസം കാത്തു സംരക്ഷിച്ചു, ദൈവത്തിന് വേണ്ടി ജ്വലിച്ചു. അവർ വിചാരിച്ചിട്ടുണ്ടാവാം, ദൈവം തങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇനി അവൻ അത്ഭുതം പ്രവർത്തിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊന്നുമില്ല, കാരണം അവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. അതായിരുന്നു വിശ്വാസം. സ്നേഹമുള്ളവരെ, അത്തരത്തിലുള്ളൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിൽക്കും? എവിടെ നിൽക്കും? പിന്നെ മറന്നുപോയി. ആകാശവിധാനത്തിൽ ഉയർന്നു നിൽക്കുന്ന നക്ഷത്രം പോലെ നമ്മൾ പ്രകാശിക്കും. അതൊരിക്കലും മറക്കരുത് കേട്ടോ. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു വരുന്ന എങ്ങനെയാണ്? ആകാശത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ ഉയർന്നു നിൽക്കുന്ന നക്ഷത്രങ്ങളെ പോലെ നമുക്കായിത്തീരുവാനുള്ള വഴികളെ കുറിച്ച്, രണ്ടാമത്തെ വഴിയെ കുറിച്ച് പറയുന്നത് മറക്കരുത്. രണ്ടാമത്തെ വഴികളെ കുറിച്ച് അപ്പൊ എങ്ങനെയാണ്? വിശ്വാസത്തോടുകൂടെ, അല്ലേ? വിശ്വാസത്തോടുകൂടെ ഏത് പ്രതിസന്ധിയിലും എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്, ശക്തിയുണ്ട്. ഇനി അവൻ എനിക്ക് നന്മ ചെയ്താലും എന്റെ ജീവിതത്തിൽ തിന്മ കണ്ടുവാലും അവനറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. അവൻ എന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും തന്നാലും ഞാൻ എന്റെ കാസ് ഉയർത്തിപ്പിടിച്ച് എന്ത് പറയും? സഹനത്തിന്റെ കാസ് ഉയർത്തിപ്പിടിച്ചാൽ എന്ത് പറയും? സഹനത്തിന്റെ കാസ് ഉയർത്തിപ്പിടിച്ചാൽ എന്ത് പറയും? കർത്താവേ, ഇത് എനിക്ക് തന്നതിന് ഞാൻ നിന്നെ എന്തു പറയും? ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തും, അല്ലേ? എന്റെ ജീവിതത്തിൽ ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തും. കാരണം അവനറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അവൻ അനുവദിക്കാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ അതവൻ എനിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ ആ സമയത്ത് എനിക്ക് വേദനയാകാം, എനിക്ക് പ്രയാസമാകാം, ബുദ്ധിമുട്ടുകളാകാം, ഒറ്റപ്പെടലുകളാകാം, തകർച്ചകളാകാം. പക്ഷെ അതിനപ്പുറം എനിക്ക് ദൈവമുണ്ട്. അവൻ എനിക്കൊരു സന്തോഷവും സമാധാനവും, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം 10 ഇരട്ടി നൽകുവാൻ അവൻ എനിക്ക് വേണ്ടി തരുന്ന ചെറിയ ദുഃഖങ്ങളാണെന്ന് വിശ്വസിക്കാൻ സാധിച്ചാൽ നമ്മൾ എവിടെ നിൽക്കും? ദൈവത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന നക്ഷത്രത്തെ പോലെ ആയിരിക്കും. രണ്ടാമത്തെ ആളെ കുറിച്ച് പറയുക. ആദ്യത്തെ ആളായിരുന്നു ദാനിയേൽ. രണ്ടാമത്തെ കൊച്ചുങ്ങളെ പോലെ പഠിപ്പിക്കാൻ ഞാൻ. രണ്ടാമത്തെ ആള് പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിന്റെ ധർമ്മം എന്തായിരുന്നു? വിജാതീയനായിരുന്നു, അല്ലേ? ഈശോയുടെ കൂടെ നടന്നവയാളല്ല പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലൻ കർത്താവിന്റെ വചനത്തെ ലോകത്തിന് പകർന്നു കൊടുക്കുക മനുഷ്യനാണ്. എത്രമാത്രം സാക്ഷ്യങ്ങളാണ് വഹിച്ചത്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ എത്രയോ ശ്രേഷ്ഠനാണ്. അവസാനം പറയുന്ന എന്താണ്? ഈ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് എന്തിനെന്നെ വേർപെടുത്താൻ പറ്റും? അവന്റെ ജീവിതത്തിൽ കടന്നുപോയ കഷ്ടപ്പാടുകളെ കുറിച്ച് പറയുന്നുണ്ട്, കപ്പലപകടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അടിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്, മുറിവേൽപ്പിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാത്തിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എണ്ണി എണ്ണി പറയുന്നുണ്ട്. എന്നിട്ടും പറയുകയാണ്, ഈ മനുഷ്യനിൽ നിന്ന് ഞാൻ എവിടെ പോകാനാ? ഇവരെ വിട്ടിട്ട് ഞാൻ എവിടെ പോവാനാ? എന്താണ്, ഏതാണ് വാളാണ്, എന്താണ് ഈ സ്നേഹത്തിൽ തന്നെ എടുത്തു മാറ്റുന്നത്? അവൻ പറയുക, ഒന്നുമല്ല. എന്തെല്ലാം വന്നാലും ദൈവത്തിന്റെ സ്നേഹത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കും. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇന്ന് എവിടെയാ നിൽക്കുന്നത്? കത്തോലിക്ക സഭയുടെ നെടുംതൂണുകളിൽ ഒന്നായി പ്രകാശം പരത്തി നിൽക്കുന്ന നക്ഷത്രമായി നിൽക്കുന്നു. നമുക്ക് നിൽക്കണ്ടേ? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്ത് ചെയ്യണം? ദൈവത്തിന് വേണ്ടി ജ്വലിച്ച് നിൽക്കണം. ദൈവസ്നേഹത്തിന് വേണ്ടി ജ്വലിച്ച് നിൽക്കണം. പൗലോസ് അപ്പോസ്തലന് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അണഞ്ഞുപോയ ദീപമായിരുന്നോ? അല്ല, അതനുഭവിക്കുമ്പോൾ കത്തി 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 മേലിലോട്ട് പോവുകയായിരുന്നു.
എത്ര കപ്പലപടകളെ കുറിച്ച് അദ്ദേഹം പറയുമ്പോഴും അതിൽ നിന്നൊക്കെ അദ്ദേഹത്തെ സംഭരിച്ച് മാറ്റി നിർത്തിയോ? എന്തിനു വേണ്ടി ഈ രാപകൽ ഈ മനുഷ്യന് വേണ്ടി വചനം പ്രഘോഷിക്കുന്നത് ചിന്തിച്ചോ? ഇല്ല. തന്നെ അടിച്ചപ്പോഴും തന്റെ ദേഹത്ത് തുപ്പിയപ്പോഴും മാറ്റി നിർത്തിയോ? ഈ മനുഷ്യന് വേണ്ടിയാണോ ഞാനിതൊക്കെ പറയുന്നെന്ന് ചിന്തിച്ചോ? ഇല്ല. അവന്റെ പീഡാസഹനങ്ങളോട് ഇത്രയും മാത്രം എനിക്ക് ചേർന്ന് നിൽക്കാനോ പറ്റിയുള്ളല്ലോ എന്നുള്ള വേദന. നമ്മുടെ ജീവിതത്തിൽ ഒരു തലവേദന വന്നാലോ, ഒരു രോഗം വന്നാലോ, ഒരു പ്രയാസം വന്നാലോ. ഇന്നലെ എൻ്റെ ഒരു സ്നേഹിതൻ ഫോൺ വിളിച്ച് പറയുക, അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ വേണ്ടേ? എൻ്റെ ജീവിതത്തിന് വിശ്വാസത്തിന്റെ ഒരു തരി വെട്ടമെങ്കിലും വേണം, ഒരു തരി വെട്ടമെങ്കിലും വേണം. എന്താണ് അതിനൊക്കെ പറ്റിയത് ചോദിക്കുക. 4-5 വട്ടമായി ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, UK, ജർമ്മനി എല്ലായിടത്തും ആപ്ലിക്കേഷൻ കൊടുത്തേക്കുക. 4 വർഷമായി. എല്ലാം റിജക്റ്റഡാ. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടാവും. പറയാ, ഇനി ഞാൻ പള്ളിയിൽ പോകുന്നില്ല, ഞാൻ എൻ്റെ കഴുത്തെ കിടക്കുന്ന ജപമാല ഊരിക്കളയാൻ പോവുക. എന്തിനു വേണ്ടി? ഞാൻ ഇത്രയും 4 വർഷം വിളിച്ചപേക്ഷിച്ചിട്ട് ഈ ഒരു വാക്കൊന്നുപോലും എനിക്ക് വേണ്ടി നന്മ ചെയ്യാൻ പറ്റാത്ത ദൈവത്തെ എന്തിനാച്ചാ വിശ്വസിക്കുന്നത്? ഒരു തരി വെട്ടം എൻ്റെ ജീവിതത്തിൽ തന്നാത്ത ദൈവത്തിന് ഞാൻ എന്തിനാ ഇങ്ങനെ ദിവസവും പോയി പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഞാൻ ഈ ജപമാലയിട്ട് ചൊല്ലുന്നത്? ഇതെല്ലാം ഊരിക്കളയാം. ഞാനൊരു അത്തീസ്റ്റായിട്ട് മാറുകയാണ്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ വിശ്വാസത്തിന്റെ ഒരു തരി നാളം പോലും എൻ്റെ ജീവിതത്തിൽ ഇല്ലച്ചാ ഉണ്ടാവാനായിട്ട് അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, കരഞ്ഞുപോയി ആ വാക്കുകൾ കേട്ടപ്പോ. പൗലോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? ജ്വലിച്ചു നിൽക്കുക, അവന്റെ പ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളിലും ഒക്കെ ജ്വലിച്ചു നിൽക്കുക. ഞാൻ ഈ വചനത്തെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ഫോൺ കോൾ വന്നത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റും, മോനെ, നീ സ്നേഹത്തിൽ ദൈവം നിന്നെ ജ്വലിപ്പിക്കുക. നീ ജ്വലിച്ചു നിന്നോ, കർത്താവ് നിന്നെ ജ്വലിപ്പിക്കും. നിന്റെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ മാറും. അതുവരെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നീ ജ്വലിക്കുക. ദൈവം നിനക്ക് നൽകിയത് വിശ്വാസത്തെ ഊതി ഊതി കത്തിക്കുക. ഒരിക്കലും അന്ധകാരത്തിലേക്ക് പോവരുത്. ധൈര്യമായിരിക്കുക. ദൈവം നിന്നെ സംരക്ഷിച്ചുകൊള്ളും. സ്നേഹമുള്ളവര്, ഒരു പയ്യന്റെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മള് എന്താ ചെയ്യണം? ദൈവസ്നേഹത്തിന് വേണ്ടി ജ്വലിച്ചു നിൽക്കുന്നവരാവണം. മൂന്നാമതായിട്ട്, നിത്യസമ്മാനത്തിന് നമ്മളെല്ലാവരും അർഹരാകണം. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ജ്വലിക്കുന്ന നക്ഷത്രമായിട്ട് നമ്മൾ മാറണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രവൃത്തികളെ എന്നും നന്മയിലേക്ക് നയിക്കണം. നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ചിന്തകളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദൈവം നമുക്ക് തരുന്നത് എന്താണ്? നിത്യസൗഭാഗ്യം. ആ നിത്യസൗഭാഗ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ ആയിരിക്കും. ആകാശത്ത് പരക്കുന്ന പ്രകാശം പോലെ, പ്രഭ പോലെ നമ്മൾ ആയിത്തീരും. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മൾ വായിച്ച വചനം ദാനിയേൽ പ്രവാചകൻ 12-ാം അധ്യായം 3-ാമത്തെ വചനം, ജ്ഞാനികൾ ആകാശവിധാനത്തിൽ പ്രഭ പോലെ വിളങ്ങും, നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും പ്രകാശിക്കും. ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറന്നു പോകാതെ ഇരിക്കട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കേട്ട വചനത്തെ ഒരിക്കൽ കൂടെ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ജ്ഞാനികൾ കർത്താവിൻ്റെ മുൻപിൽ പ്രഭ പോലെ, നക്ഷത്രം പോലെ തിളങ്ങണം. അതിനുവേണ്ടി ദൈവം നമ്മോട് പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു ദൈവത്തിന് വേണ്ടി സാക്ഷികളായി തീരണം. നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പുനർക്രമീകരിക്കണം. നമ്മുടെ ജീവിതത്തെ ഓർത്ത് നമ്മളൊന്ന് വിലപിക്കണം. നെഹെമ്യായുടെ ജീവിതം നമ്മൾ പറഞ്ഞു. കർത്താവിൻ്റെ സന്നിധിയിൽ താണു വീണ് കരഞ്ഞ്
ഇസ്രായേൽ ജനത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തെയും സംരക്ഷണത്തെയും കർത്താവെ വീണ്ടും തിരികെ കൊണ്ടുവരണമേ. അങ്ങ് അവർക്ക് നൽകിയിരിക്കുന്ന ഉന്നത സ്ഥാനത്തിലേക്ക് അവരെ വീണ്ടും തിരികെ കൊണ്ടുവരണമേ എന്ന് നെഹെമ്യ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും നഷ്ടപ്പെട്ടു പോയ സംരക്ഷണത്തിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളെ നമ്മുടെ പാപങ്ങൾ കൊണ്ട് നമ്മൾ മാറ്റി നിർത്തിയെങ്കിൽ നെഹെമ്യ പോലെ രാവും പകലും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പൂർവ്വസ്ഥാനത്തേക്ക് എത്തിച്ചേരുവാനും ഒരു പ്രകാശമായി ലോകത്തിൽ നിലനിൽക്കുവാനും നമുക്ക് സാധിക്കണം. രണ്ടാമതായി നമ്മോട് പറഞ്ഞു തന്നത് ദൈവസ്നേഹത്തിന് വേണ്ടി ജ്വലിക്കുന്നവരാവണം. ദാനിയേലൊക്കെ ദൈവത്തിന് വേണ്ടി ജ്വലിച്ചവരാ. ഒരിക്കലും തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ജീവിതം കൊടുക്കാൻ തയ്യാറായവരാ. അനേകർക്ക് യഹോവയായ ദൈവത്തിന് സാക്ഷ്യം വഹിച്ചവരാ. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ വാക്കുകളും പ്രവൃത്തികളും തൻ്റെ പ്രബോധനങ്ങളും കൊണ്ട് ലോകത്തിൻ്റെ മുൻപിൽ നിറുകയിൽ കത്തിജ്വലിക്കുന്ന പ്രകാശമായി മാറിയതാണ്. കാരണം വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ രാപകൽ അധ്വാനിച്ചവനാണ്. ക്രിസ്തു മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നോക്കി കണ്ടുപഠിക്ക്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ എന്നെ നോക്കി കണ്ടുപഠിക്കുന്ന പറയത്തക്ക രീതിയിൽ ക്രിസ്തുവുമായി താതാത്മ്യപ്പെട്ട വ്യക്തിയാണ്. അതുപോലെ മൂന്നാമതായി നിത്യജീവിതമാണ്. ദൈവം നമുക്ക് അവസാനം നൽകുന്ന വലിയ ജീവിതത്തെയാണ് നിത്യജീവിതം. അവനോടൊത്ത് അവൻ്റെ കൂടെ ജീവിതത്തിൻ്റെ വലിയ അവസാനം വരെ ഒന്ന് ചേർന്ന് പോകുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടു പോകുന്ന ഒരു ജീവിതം. ആ ധന്യമായ ജീവിതത്തിലേക്കാണ് നമ്മെല്ലാവരും സ്വപ്നം കാണുന്നതും കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നതും. ആ ദേശത്തേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് നമുക്കും പ്രവേശനം ലഭിക്കണമേ. അതിനിഷ്ടമായിട്ട് പ്രവർത്തിക്കുവാനും പല കാര്യങ്ങൾ ചെയ്യുവാനും ആത്മാവിൻ്റെ ശക്തി നമുക്ക് തരട്ടെ, ജ്ഞാനം നമുക്ക് നൽകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിമിഷ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.